കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഉപ്പുമാവാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ 2 പച്ചമുളകും, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, ഒരു ചെറിയ സവാള, ഒരു ബീൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് കഴുകിതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ആണോ നിങ്ങളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ടുകാർ, ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് അടിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിതാ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കടുകിട്ട് പൊട്ടിക്കും കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അഭിപ്രായം കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഉഴുന്നില്ലേ, ഉഴുന്ന് പരിപ്പ്, നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന് പരിപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുകും ഉഴുന്നും ഒക്കെ ഇട്ട് കഴിഞ്ഞു പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് മാറി വരണേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പറയണേ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാട്ടോ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉപ്പുമാവിൻ്റെ കൂടെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപ്പുമാവ് പഴം കൂട്ടിയും കറികളൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു കളർഫുൾ ഉപ്പുമാവല്ലേ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണേ. പിന്നെ ഉണ്ടല്ലോ ചിലർ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ലേ. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് നല്ലൊരു കളറായിരിക്കും. നല്ലൊരു പച്ചക്കറിയൊക്കെ ക്യാരറ്റിൻ്റെയൊക്കെ കളറില്ലേ, ക്യാരറ്റും ബീൻസിൻ്റെയൊക്കെ കളർ. അപ്പോൾ ഒരു മഞ്ഞയും പച്ചയൊക്കെ കളറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഉപ്പുമാവായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചിരണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വറുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ റവ വാങ്ങിക്കുമ്പം വറുത്ത റവയൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ. പക്ഷേ എന്നാലും നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും കൂടി ഒന്ന് വറുക്കണം, ഇല്ലെങ്കിൽ അത് ചിലപ്പം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ റവയൊക്കെ വറുത്ത റവയായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഒന്നും കൂടി അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ ഉപ്പുമാവ് അധികം ഒട്ടിപ്പിടിക്കാത്ത കുഴയായിട്ടുള്ള ഉപ്പുമാവല്ല കേട്ടോ, അധികം വിട്ട് നിൽക്കുന്ന ഉപ്പുമാവാണ്. ഉപ്പുമാവെന്ന് പറയുമ്പോൾ തന്നെ കുഴയല്ലാത്ത ഉപ്പുമാവല്ലേ നല്ല ടേസ്റ്റ്. ചിലർക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ ഉപ്പുമാവ് നന്നായിട്ട് കുഴയുകയോ ഒന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തോ ഒന്നുമില്ല, വിട്ടിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ബീൻസും ക്യാരറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവുമേ. റവയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അധികം കുഴഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഉപ്പുമാവ് റെഡി ആവും കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പം ഇനി നല്ലൊരു നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.